ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്ന് എല്ലാ രീതിയിലും തികച്ചൊരു വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞൊരു വീഡിയോ ആണ് ചെയ്യാൻ പോണേ. രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കങ്ങളുമായിട്ട് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടു രാവിലെ തന്നെ. സോ ഇത് നമ്മുടെ അടുത്ത് ഞാൻ ഇന്നാൾ പോയണ്ടല്ലോ, നമ്മുടെ പവർ സിറ്റി. സോ പവർ സിറ്റിയുടെ അടുത്തുള്ള ഒരു ഏരിയ ആണ് കേട്ടോ, നമ്മുടെ ഒടിയൻ്റെയൊക്കെ അടുത്തുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ് എനിക്ക് കുറച്ച് പോകാനുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം തീർത്തതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ. ഒത്തിരി സമയമൊന്നും എടുത്തില്ല, വേഗം തന്നെ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി. രാവിലെ കുർബാനയ്ക്ക് പോകണമായിരുന്നു. അപ്പം കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ മോർണിംഗ് വാക്കിന് പോയതാണ് ആ പോക്ക്. അതിനുശേഷം ഞാൻ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വേഗം തന്നെ പോകുന്നത്. അപ്പം 9:45 സത്യം പറഞ്ഞ കുർബാന. അപ്പം വേഗം പോയിട്ട് വേഗം തിരിച്ചു വന്നു. അതിനുശേഷം കുർബാനയ്ക്ക് പോയിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിരുന്നു. അപ്പം ഈ ഷോൾഡർ പെയിൻ ആയതുകൊണ്ട് ഞാൻ പോകുന്നില്ലായിരുന്നു. അപ്പോൾ വേഗം കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ മാറിയിട്ട് നമ്മുടെ സെൻറ്റ് ബ്രണ്ടൻ ചർച്ചിലാണ് കുർബാനയ്ക്ക് പോയത്. ഇപ്പോൾ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് രാവിലെ. അപ്പം നമ്മുടെ സിഗ്നലിൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റ് ബ്രണ്ടൻ ചർച്ചാണ് കേട്ടോ. നമ്മുടെ ചർച്ചിൻ്റെ കാണുന്ന 8 നോയമ്പിൻ്റെ ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്, ഇപ്പോൾ 9 കാണിച്ചു തരുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു 8 നോമ്പിന്, അതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം കുർബാനയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരുപാട് ഞാൻ പള്ളിയിൽ ബൈബിളൊക്കെ വായിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു. കാരണം ഒന്നാമത്തെ നൈറ്റ് ഷിഫ്റ്റൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് എല്ലാ ദിവസങ്ങളിലും പോകാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ജസ്റ്റ് പോയി എല്ലാവരെയും കണ്ടു, അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഇനിയിപ്പം എല്ലാ ദിവസങ്ങളിലും പോകണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പള്ളിയുടെ അടുത്തുള്ള മാതാവിൻ്റെ ഒരു കുഞ്ഞു രൂപമാണ് കേട്ടോ പുറത്ത് വെച്ചേക്കുന്നത്, ആ ഗാർഡൻ്റെ ആ ഭാഗത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പള്ളിയുടെ ഉള്ളൊന്നും കാര്യം ഞാൻ കാണിക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പം എന്തായാലും കുക്കിംഗ് ഇല്ലാത്ത കാര്യങ്ങളില്ലല്ലോ, അപ്പോൾ തിരിച്ചു വന്നിട്ട് കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ പെട്ടെന്നുള്ളൊരു ചിക്കൻ കറിയും അതുപോലെ തന്നെ ഇച്ചിരി കപ്പയും കൂടെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് വലിയൊരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയൊന്നും അല്ല, പക്ഷേ എങ്കിൽ കൂടി കുറച്ചൊക്കെ ഡിഫറൻസ് ഉള്ളൊരു ചിക്കൻ കറിയാണ്. ഞാൻ കുറച്ച് എന്താ പറയുക നമ്മുടെ പൊട്ടേറ്റോ ഒക്കെ ഇട്ട് ചെറിയതായിട്ട് ഡൈസൊക്കെ ചെയ്തുണ്ടാക്കിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. അതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ കപ്പയാണ് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി കസാവ നമ്മുടെ ആർട്ടൈനിൽ അന്ന് പോയ ദിവസം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം കപ്പ മേടിച്ച് ചണ്ടമുറിയും പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല, സവോളയും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടേറ്റോ ഒക്കെ ജസ്റ്റ് വെട്ടി കണ്ടിച്ച് ഓടിച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞ് എല്ലാം സെറ്റപ്പാക്കി കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് എണ്ണ മാത്രം ഒഴിച്ച്, കടുകൊന്നും ഇട്ടിട്ടില്ല, എണ്ണ മാത്രം ഒഴിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെയൊക്കെ അത്യാവശ്യം സീസണിങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. അതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി എന്താ പറയുക മുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു. മുളക് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തു. ഒരു ചുമന്ന മുളകായിരുന്നു, അപ്പോൾ ആ മുളക് അരിഞ്ഞിട്ട് കൊടുത്തു. അതിനുശേഷം അത്യാവശ്യം വേണ്ട മസാലകൾ എല്ലാം തന്നെ ചേർത്തിട്ട് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച്, പിന്നെ ഞാൻ എപ്പോഴും ആഡ് ചെയ്യുന്നൊരു സ്പെഷ്യൽ വിഭവമാണ് നമ്മുടെ പാലും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ഗ്രേവി ആയിട്ട് തിക്കനായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കി 3 കഷ്ണം നല്ല അടിപൊളി ചിക്കനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള കടുക് പൊട്ടിക്കുന്ന രീതി അതൊന്നുമല്ല, വേറെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ചിക്കനാണ്. അപ്പം കുഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ടാക്കി വേഗം കറി വെച്ച് കാര്യങ്ങളൊക്കെ സാധിച്ചു കേട്ടോ. അപ്പം നല്ല മസാലയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. പാലൊക്കെ ഒഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച കപ്പ എല്ലാം റെഡിയാണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ട് പുറത്തിറങ്ങി വന്നു, കുറച്ച് നേരം ഒന്ന് പൊളി ദിവസമാണ് കേട്ടോ. നല്ലൊരു സണ്ണൊക്കെയുള്ളൊരു ദിവസമാണ്. രാവിലെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. രാവിലെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കണ്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ നമ്മുടെ പള്ളിയിൽ. അപ്പോൾ ഫ്രണ്ട്സിനെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം ജിമ്മിലൊക്കെ പോയിട്ട് ഒരുപാട് വർക്കൗട്ട് ചെയ്തില്ല. ഷോൾഡറിൻ്റെ പെയിൻ ആയിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നാളത്തേക്ക് നിർത്തേക്കുമായിരുന്നു. അപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഒത്തിരി ചെയ്തില്ല, ഒരു ചെറിയ തോതിൽ ജിമ്മൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം നമ്മുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങി വന്നേക്കുവാണ്, കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലുള്ള ദിവസമാണ്, അടിപൊളിയാണ് കേട്ടോ, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നേക്കുവാണ്. അപ്പോൾ ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട ഒരു സന്തോഷമാണ്. ഞാൻ കപ്പയൊക്കെ ആട്ടോ പുഴുങ്ങിയത്, നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോ തന്നെ. അപ്പം അടിച്ചു പൊളിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
ഇത് നമ്മുടെ വീട്ടിലെ താരം നമ്മുടെ ലിയോ കുട്ടനാണ് കേട്ടോ. പുള്ളി ഈ സണ്ണൊക്കെ ആയതുകൊണ്ട് പുറത്തിറക്കി വിട്ട് ഒന്ന് കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ പുള്ളി ആക്റ്റീവായിട്ട് കളിച്ച് നടക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.